ചടുലവേഗത്തിലോടും പണത്തിന് ചുടലഭൂതങ്ങൾ, കൊത്താതെ കാത്തവർ, പല നിറങ്ങളിൽ പാറിയ നോട്ടുകൾ. പ്രിയ സുഹൃത്ത് അബ്ദുൾ റഹീമിന് മോചനദ്രവ്യമായി. 18 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ചെറിയൊരു കൈയബദ്ധത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട പ്രിയ സുഹൃത്ത് അബ്ദുൾ റഹീമിന് അവസാനം വിധി വന്നു, തൂക്കുകയർ. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 34 കോടി രൂപ പണമായി നൽകിയാൽ അദ്ദേഹത്തെ വെറുതെ വിടാമെന്ന് വിധിച്ച ഒരു രാജ്യം. മരിച്ച കുട്ടിയുടെ പിതാവിന് പണമായിരുന്നു ആവശ്യം. ഈ പണത്തിനായി യാചകവേഷത്തിൽ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഒരു ഭിക്ഷാപാത്രവുമായി തെരുവിലൂടെ സഞ്ചരിച്ച കോടീശ്വരനായ ഒരു ഭിക്ഷക്കാരൻ ബോച്ചെ. അദ്ദേഹത്തിന്റെ കാൽക്കൽ എന്റെ ആദ്യത്തെ നമസ്കാരം. നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥികളുടെ ഷർട്ടിനും മുണ്ടിനും ഒരു കളർ മാത്രമായിരുന്നു, മാലാഖമാർ അണിയുന്ന തൂവെള്ള വസ്ത്രം. അത് അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അവർ നിങ്ങളോട് ചോദിച്ചത് അവരെ MP-യാക്കാൻ ഒരു അവസരമായിരുന്നു, അല്ലാതെ റഹീമിന്റെ മോചനത്തിനായി എന്തു ചെയ്യാം എന്ന് നിങ്ങളോട് ചർച്ച ചെയ്തില്ല. കോടീശ്വരനായ ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപയാണ് കൊടുത്തത്. തീർന്നില്ല, അവിടെയാണ് ആ നല്ല മനുഷ്യന്റെ മികവ്. ബോച്ചെ യാചിച്ച സഹായങ്ങൾ അർപ്പിച്ചവരുടെ മനസ്സിലേക്ക് അദ്ദേഹം ചേക്കേറി. കഴിഞ്ഞ 18 വർഷങ്ങൾ റഹീമിന്റെ ഉമ്മ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും റഹീമിന്റെ മോചനത്തിനായി പണം നൽകിയ മനുഷ്യർ ആ ഉമ്മയുടെ മനസ്സിലെ മാലാഖമാർ ആയിരിക്കും. റഹീമിന്റെ മനസ്സിൽ ഇപ്പോൾ പാറിപ്പറക്കുന്ന നല്ല മനുഷ്യരായ ആ മാലാഖമാരുടെ മുന്നിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരിക്കും. ഇനിയൊരു സുദിനം പിറക്കുന്നു, റഹീമിന്റെ മോചനത്തിന്റെ സുദിനം. അതിന് ഇനി അധികം നാളില്ല. ഇനി നമുക്ക് കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ പരവതാനിയിലേക്ക് സ്വാഗതം ചെയ്യാം റഹീമിനെ, നമ്മുടെ റഹീമിനെ. ന്യൂസ് 95 വേണ്ടി പ്രസന്നൻ പയ്യോളി, പെരുമാൾപുറം.